പശുക്കടത്തിന്റെ പേരിൽ ഒരു മുസ്ലിം സഹോദരൻ കൂടി കൊല്ലപ്പെട്ടു. അതോടൊപ്പം ഒരു ക്രിസ്ത്യൻ വീട്ടിനുള്ളിൽ കയറി ബൈബിൾ അടക്കമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കണമെന്ന് പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ. ഇന്ത്യയുടെ ദുരവസ്ഥയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് പറയുമ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾ ചോദിക്കും, ബംഗ്ലാദേശിലെ ഹിന്ദുവിന് വേണ്ടി വീഡിയോ ചെയ്തു. ഉറപ്പായിട്ടും ചെയ്തു. നിങ്ങളെയല്ല, രാഹുൽ ഈശ്വറിനെ ടാഗ് ചെയ്താണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ UN അടക്കം നമ്മുടെ പ്രധാനമന്ത്രിക്ക് അടക്കം പരാതി അയച്ചത്. അത് ഞാൻ റീട്വീറ്റ് ചെയ്തു, അവരെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇനി രണ്ട് ബംഗ്ലാദേശി ഹിന്ദു അല്ല, ഇന്ത്യൻ മുസ്ലിമും ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ് നമുക്ക് പ്രധാനം. മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കർ വളരെ ശരിയായി മുമ്പിൽ കൊണ്ടുവന്നതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബലാസോർ ഒറീസയിൽ ഈ ഗോരക്ഷാ ഗുണ്ടകളുടെ ആക്രമണത്തിൽ പെട്ട് മരിക്കുകയുണ്ടായി. ജയ് ശ്രീരാം അടക്കം പറയാൻ അയാളെ നിർബന്ധിക്കുന്നതും മറ്റു വീഡിയോയിൽ നിന്ന് കാണാൻ കഴിയും. ശ്രീരാമൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോ ഈ പറയുന്നവനെ ജയ് ശ്രീരാം പറയണമെന്ന് പറയുന്ന ഈ ഹിന്ദുത്വ തീവ്രവാദികളെ ഇല്ലാതാക്കുമായിരുന്നു. ആൾക്കൂട്ട കൊലപാതകമാണ്. കുറെ കൂടെ വേറെ വിഷ്വൽസ് ഉണ്ട്, അത്തരം വിഷ്വൽസ് കൊടുക്കുന്നില്ല. അങ്ങനെ ഒറീസയിൽ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. അതേപോലെ ഇത് നമ്മുടെ ന്യൂസ് വ്യത്യസ്ത बोलो कैमरे पे सारी फोटो बोलो ना बोलो मैं बोल रहा हूँ पीछे बोलो सारी फोटो सारी किताबें ईसा मसीह की मैंने दे दी है। अब मेरे घर से कुछ भी ईसा मसीह का अगर बरामद हुआ तो मेरी जिम्मेदारी है। ठीक, हालेलुया बोलो मादर चोद। तब बोलते थे ना हालेलुया भोसड़ी वाले, हालेलुया मादर चोदों। ഈ വർഗീയത, അതാണ് ഈ വിദ്വേഷ രാഷ്ട്രീയം, ഇതാണ് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ക്യാൻസർ. അത് എല്ലാ പക്ഷത്തും ഉണ്ട്. തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, തീവ്ര ക്രിസ്ത്യൻ മതവിരോധവാദികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ഈ ഗോഡ്സേവാദമാണ്. ആ ഗോഡ്സേവാദത്തെ തടയാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവിന് ബാധിക്കുന്ന ഒരു ക്യാൻസറായി അത് മാറും. യഥാർത്ഥത്തിൽ ഇത് തിരിച്ചറിയുകയും ഇതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒന്ന് ഓർക്കുക, യഥാർത്ഥത്തിൽ എന്താ പറയുക, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഈ തീവ്ര ഹിന്ദുത്വ ഗോഡ്സേവാദികൾ വെറുതെ വിട്ടില്ല. പിന്നാണോ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ? അത് ഈ തീവ്ര ഹിന്ദുത്വ ഒരു ക്യാൻസറാണ്. നമ്മുടെ ഹിന്ദുമതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ മതത്തെ, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സംസ്കാരങ്ങൾക്കൊന്നിൽ ബാധിച്ച ട്യൂമറും ക്യാൻസറുമാണ് ഈ ഗോഡ്സേവാദം അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദം. ഇതേപോലെ എല്ലാ മതങ്ങൾക്കും ആ മതങ്ങളിൽ ബാധിച്ച ക്യാൻസറാണ് അവരുടെ തീവ്രവാദം. ഇസ്ലാമിന് ബാധിച്ച അതേപോലെ ക്യാൻസറാണ് തീവ്ര ഇസ്ലാമിസം. ഹിന്ദുവിന് ബാധിച്ച ഈ തീവ്ര ഹിന്ദുത്വവാദം നമ്മുടെ ക്യാൻസറാണ്, ട്യൂമറാണ്. ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയണം. വളരെ വേദനാജനകമാണ്. ഒരാളെ എന്താ പറയുന്നത്, തല്ലി കൊല്ലുകയുണ്ടായി പശുവിന്റെ പേരിൽ. വേറൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി അവിടുത്തെ പുസ്തകങ്ങളടക്കം കത്തിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ദുരവസ്ഥയുണ്ട്. തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണം. അത് സാമൂഹിക, ആത്മീയ, രാഷ്ട്രീയ, സാമുദായിക തലങ്ങൾ അതിനുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഹെയ്റ്റ് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തെറ്റായ മാനങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഉള്ള ആർജവം നമ്മൾ കാണിക്കണം.